അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മളെ ചെക്കന്മാരെ വീഡിയോ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതിനോടകം അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ആ വീഡിയോ വരികയായിരിക്കും. ഇന്നലെ ഇവിടെ അസറുണ്ടേനി, അർഷി ഉണ്ടേനി, മിക്കി ഉണ്ടേനി, നബീൽ ഉണ്ടേനി. ഓല് പോയി, ആ വണ്ടി റിട്ടേൺ പോയി നാട്ടിലേക്ക്. ഇപ്പം ഞങ്ങൾ 2 ഗബിൾസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നെജിമനെ കുറച്ചുകൂടി കൊച്ചി കാണിക്കാണ്ട്. ഇന്നലെ ലുലു ഒക്കെ കൊണ്ടുപോയി കാട്ടി കൊടുത്ത്. ലുലു ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ആള് കണ്ടങ്ങനെ ഡിസ്കായി നിൽക്കണ്ടെന്നുള്ളൂ. എറണാകുളം അങ്ങാടി ഇന്നലെ വരുന്നേ. ഇന്നലെ എറണാകുളം അങ്ങാടി കാണുന്നത് ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നോക്കണേ. അപ്പോൾ ഇന്നലെ ഒക്കെ ലുലു കാട്ടി കൊടുത്ത്. ലുലു കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ. ലുലുത്തെ ഇന്നലത്തെ എക്സ്പീരിയൻസ്. നമ്മളെ ചെക്കന്മാരെപ്പോൾ ഉള്ള ട്രിപ്പിനെ പറ്റിയ അഭിപ്രായം തരും. ഇന്നലെ അസറുവിൻ്റെ ഒക്കെ ഉള്ള ട്രിപ്പ് എങ്ങനെയാണ്? അടിപൊളിയാണ്. ഞാൻ അസറുവിൻ്റെ ഒപ്പം വരില്ല എന്ന് പറയുന്നത്. അസറു ഇന്നലെ എന്താ അടിക്കണമെന്ന് അറിയാം. മറ്റേ സീറോ ഗ്രാവിറ്റിൻ്റെ സാധനം ഉണ്ടല്ലോ, മറ്റേ ആ പ്ലേ സോണിൽ അതിലങ്ങോട്ട് കയറ്റിയിട്ട് 2 ടൈല് കയറിയാണ് അങ്ങോട്ട് ചുയറ്റിക്കണം. പള്ളൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആകെപ്പാടം എന്തൊക്കെ ചാടിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കായി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പം നമ്മൾ അടുത്ത് പോകണ കൊടുക്കാന്നറിയോ? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിൽ എന്താ സംഭവം എന്നറിയാം? ആ സീനാണ്. വണ്ടിയിൽ പിടിച്ചിരുന്നോണ്ട് ഫോർട്ട് കൊച്ചിയിൽ സീനാണ്. കത്തിയും തോക്കൊക്കെയാണ് ആൾക്കാരെ വെച്ചിട്ട് വന്ന് പള്ള കയറ്റി വിടും. അത് പിടിച്ചിരുന്നോണ്ടിട്ടാ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി പോവാണ്. നമ്മളെ ക്യാമറയ്ക്ക് പിന്നിൽ ഡാക്സ് ഉണ്ട് കേട്ടോ. ഡാക്സ് ചിറിച്ച് ബൈക്കിൽ നിൽക്കുന്നുണ്ട്. ഡാക്സ് നിങ്ങൾക്ക് ഞാൻ പോണ ബൈക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വരുന്ന കാഴ്ചകൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ടോ കേട്ടോ. അതിൽ കുറേ രസകരമായ സംഭവങ്ങൾ വരാനുണ്ടാവും. നമ്മളേ ഫോർട്ട് കൊച്ചി പോയപ്പോൾ പോണ വൈക്ക് ഇവിടെ തങ്ങിട്ടോ. ചെറുതായിട്ടൊന്ന് മഹാരാജാസ് കോളേജിൽ തങ്ങിയപ്പോൾ മഹാരാജാസ് കോളേജ് കണ്ടില്ലേ ഇനി. അപ്പോൾ ഒരു ആഗ്രഹം ഏത് തട്ടത്തിമറയത്തിൽ ആയിഷയും മറ്റേ വിനീതല്ലേ വിനോദ് നിവിൻ പോളി, അതായത് വിനോദ്, അവന് നടക്കണ പോലെ മഹാരാജാസ് കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ നെജിമക്കൊപ്പം നടന്നു. വടക്കൻ കൊച്ചിയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരക്കാറ്റ്. തട്ടത്തിന് ഒടുങ്ങും പോകില്ല, കാരണം അമ്മൊരു ചൂടവിടെ. പക്ഷെ ക്യാമ്പസ് വൈബാടാ. ഞാനും ഇതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടോ വരുന്നത്. സംഭവം എന്തൊക്കെ പറഞ്ഞാലും മഹാരാജാസ് ഒരു 1.5 ക്യാമ്പസ് തന്നെ കാണാനുണ്ട്. വർത്ത് ദ ഹൈപ്പ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ മമ്പാട് കോളേജിനെ പറ്റി എനിക്കിപ്പോൾ എന്താ പറയാല്ലേ? ഇവിടെ കോളേജ് തന്നെ നല്ലതെന്നാണ് ഇവിടെ പറയുന്നത്. ആ വിട്ട കോളേജ് എനിക്കറിയാം അവിടുത്തെ ഒരു അവസ്ഥ. മഹാരാജാസിൻ്റെ അടുത്തേക്ക് വെക്കാൻ പോലും അല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഒരു അടിപൊളി കോളേജാണ്. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. മഹാരാജാസ് എക്സാക്ട്ലി അതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കാം. ഇപ്പോൾ ഇത് കാണേണ്ട പുതിയ മാറിയില്ലേ, മഹാരാജാസ് കാണണ്ടേ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് വന്നു കേട്ടോ. മഹാരാജാസ് ഇറങ്ങി നേരെ മറൈൻ ഡ്രൈവിലേക്ക് വന്ന് നട്ടുച്ച പൊരി വെയിലത്ത് സോറി ഗൈസ്, ഞാൻ വാച്ച് തിരിച്ചാണ് കിട്ടിയത്. എന്താ ചെയ്യുക? അപ്പോൾ 12:30 വാച്ചും തിരിച്ചിട്ടു. അപ്പോൾ 12:30 മണിയായി ഏകദേശം. നട്ടുച്ചക്ക് മറൈൻ ഡ്രൈവിൽ ഡിസ്കായി വന്ന് വെയിലത്ത് വിയർത്തൊലിച്ച് ഉത്തർക്കാണ്. നെജ്മക്ക് പിന്നെ ഭയങ്കര വൈബായി പറഞ്ഞു. ഡിസ്കാ തിരിച്ചട്ടിയ സാധനം പിന്നെയും നെജ്മ തിരിച്ചട്ടി വാച്ച് പിന്നെയും തിരിച്ചട്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ ഒരു മഞ്ഞ കട്ട് ചെയ്യൂല. നമ്മളെ വീഡിയോയിൽ കട്ടിങ് ഇല്ലാത്ത വീഡിയോ നമ്മുടെ വീഡിയോ. ഓക്കെ, ഡാക്സ് ഇവിടെ റിസ്ക് എടുത്ത് എഡിറ്റിങ്ങിലാട്ടോ. നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്ത് നിൽക്കണം ചെക്കാം. അത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഞാൻ ഷോർട്സ് ഇടും. അപ്പോൾ കണ്ടോളി. ഇങ്ങനെ നോക്കി ഒരു വാച്ച് കെട്ടി തന്നിക്കണ പോലെയാണ്. ഒരു വാച്ച് കെട്ടി തരാൻ നെജുമക്ക് വെച്ച് എന്താ നെജുമ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ടാക്സ് നമ്മൾ അടുത്ത് തരുവാണ്. അപ്പോൾ അയച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഏതിന് അതിൻ്റെ പേരെന്തേനും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി പോകണത്, ആ പേര് കേട്ടിട്ട് എനിക്കൊരു കൊതി വരും ഭക്ഷണത്തിനോട്. വെള്ളക്കാന്താരി എന്ന് പറഞ്ഞ അസറോ അർഷി തെറ്റും പിന്നെ ആയിക്കോട്ടെ. എന്നാൽ അർഷിനെ തെറ്റിച്ചു തന്നെ കൂട്ടിക്കോ. ഓക്കെ, അപ്പോൾ അർഷിക്ക് ഞങ്ങൾ വെള്ളക്കാന്തേരിയിൽ ഒറ്റക്ക് പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിന്. കാരണം ആ ടീം ഇന്നലെ വിട്ടേക്കണം. അപ്പോൾ സൽമാനും മെസ്സേജ് അയക്കുന്നുണ്ട് വെള്ളക്കാന്തേരിക്ക് പോകലെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അവിടേക്കൊന്ന് പോകും. അവിടെ കിട്ടാവുന്ന നല്ല ഭക്ഷണങ്ങളൊക്കെ തിന്നിട്ടാണ് ഞങ്ങൾ ഇന്ന് അവിടുന്ന് പോരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വെള്ളക്കാന്തേരി പോയിട്ട് നല്ല ഫുഡ് അടിക്കാം. അവിടുന്ന് പറ്റുകയാണെങ്കിൽ ഞാൻ 1-2 വീഡിയോ എടുക്കാം. ഡിസ്കിന് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി അതിനൊക്കെ അവസരം ഉണ്ടാവും എനിക്കറിയില്ല, നോക്കാം. നമുക്കൊരു കല്യാണം വരുന്നുണ്ട്. നമ്മളെ കല്യാണം അല്ലല്ലോ, നമ്മളെ കല്യാണം കഴിഞ്ഞാലേ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കും വേണം. അപ്പോൾ അതും കൂടി ചെയ്യാൻ പറ്റുമോ ഈ കൂട്ടത്തിൽ എന്നുള്ളത് നോക്കാം. ഡിസ്ക ഇങ്ങനെ എയർ വിട്ടളാ, ഇങ്ങനെ അതിൽ ശ്വാസം പിടിച്ച് നിൽക്കുന്നു വേണ്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ബോൾഗാട്ടി പാലസിലെത്തിട്ടാ. ബോൾഗാട്ടി പാലസിൽ എൻട്രൻസിൽ കുറച്ച് എന്താ പറയുക നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടായി. എങ്കിൽ കൂടി നമ്മൾ കയറി വന്നിട്ടുണ്ട്.
Nijma, Nijma, are you excited? Yes. Daxo, are you excited? അപ്പൊ ഗൈസ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറച്ചെടുത്ത് ഉണ്ടോ അവിടെ അതൊന്നും കണ്ടിട്ടില്ലേ ഒന്ന് കാട്ടി കൊടുക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ബോൾഗാട്ടിയിൽ ഇറങ്ങി. ഡിസ്കാ ബോൾഗാട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ചെറുപ്പത്തിലേ പറഞ്ഞാല് ഇതൊക്കെ കുട്ടിയിരിക്കുന്ന സമയത്ത് ജനിച്ചിക്കണോ വെള്ളി നക്ഷത്രം സിനിമ എന്ന് ഇറങ്ങി എനിക്ക് അറിയില്ലട്ടാ. വെള്ളി നക്ഷത്രം സിനിമയിലെ വീടുള്ളത് ഇതിന്റെ ഉള്ളിലാണ്. ഇത് ലോകത്ത് എല്ലാവർക്കും അറിയാം. എനിക്ക് അറിയില്ലല്ലോ. ഇപ്പൊ പറഞ്ഞപ്പോൾ അല്ല അറിഞ്ഞ് ഇനി അറിയണ മാതിരി അഭിനയിച്ചൊന്നും വേണ്ട. ഏതായാലും അപ്പൊ വെള്ളി നക്ഷത്രം സിനിമയിലെ ആ വീട് എനിക്ക് കാണിച്ചു തരാം. അവളെ ഇതാണ് ആ വീടില്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവ ബഹുലമായ ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമാണിത്. ഓക്കെ, എനിക്കൊരു തേക്ക് മ്യൂസിയം വന്ന ഫീൽ ഇട്ടുണ്ടോ? എന്നത്തെ അതല്ല കേട്ടോ, അതാണ് ആ വീട്. അവിടെ കുറെ കിടക്കച്ച് സെറ്റപ്പുകളുണ്ട്. വാട്ടർ മെട്രോയിൽ കയറണമെന്ന് നമ്മൾ കരുതിനി, പക്ഷേ നമുക്ക് അതിൻ്റെ സംവിധാനങ്ങളെ പറ്റിയൊരു ഐഡിയ കിട്ടിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറാൻ പറ്റുമല്ലോ. ഡാക്സ് അങ്ങോട്ട് കയറാൻ പറ്റില്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയിക്കണ ആദ്യം. പക്ഷെ ഇതൊക്കെ ഞാൻ പോവാ ഞാൻ അവിടെ പോയി നിൽക്കണേ. അവിടെ നല്ല രസം കാണാം. അതാണ് വാട്ടർ മെട്രോ. അത് വാട്ടർ മെട്രോ അല്ല, അത് വേറെ ഏതോ ഡിസ്ക് സാധനം കേട്ടോ. മറിയ ക്രൂയിസ് ആണ്. ഏതോ മറിയ ചേച്ചിൻ്റെ ചെറിയ സെറ്റപ്പിലുള്ള ബോട്ടാട്ടോ. പക്ഷെ ഇവിടെ ടണലുണ്ടായതിൻ്റെ ഒരു സമാധാനമുണ്ട്. ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ സുഹേൽക്കാനൊപ്പം വന്നപ്പോൾ. എന്തായാലും കൊള്ളാം, സെറ്റപ്പ് അടിപൊളി. നമ്മള് നക്ഷത്രത്തിൽ ഒരു കുട്ടി ഇങ്ങനെ ആ മാവ് ഇതാണ്. അത് വെട്ടിയിട്ട് അതിന്റെ ചെറിയ ചില്ലകളാണ്. അങ്ങനെ ചോദിക്കല്ലേ, അങ്ങനെ ഒറ്റയടിക്ക് ചോദിക്കല്ലേ. അപ്പൊ നമ്മള് ഉത്തരം മുട്ടും. ഓക്കെ, അന്ന് പൃഥ്വിരാജ് വന്ന സമയത്ത് പൃഥ്വിരാജ് കുളിച്ചാൻ പോയിത് ആ കടവിൽ കഴിഞ്ഞിട്ടാ. അവിടെ ആ ഒരു കടവിൽ എനിക്ക് പൃഥ്വിരാജ് അന്ന് ആ കടലിലേനു പൃഥ്വിരാജ് കുളിക്കാൻ പോയിത്. പിന്നല്ലേ അതിലൊരു പെണ്ണില്ലേ ഇങ്ങനെ വെള്ളത്തിലൂടെ പോയിട്ട് ഒരു ആമ്പൽ ഇങ്ങനെ പറിച്ചു. ഇയാളെ സിനിമ ഫുള്ള് അറിയട്ടോ, ഒന്നും ഓർമ്മയില്ല. ഇവിടെ കണ്ടാലേ കറക്റ്റ് മനസ്സിലാവും. കാരണം ഈ പോർഷനൊക്കെയാണ് ആ ഫിലിമിലുള്ളത്. ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ് ഏരിയ. അയാൾ വള്ളിയാ തോന്നുന്നു. അയ്യോ ആ കാരണം എന്താ പറയാ? അത് കാണുന്ന കാരണം എന്താ പറയാ? അതിനാണ് ഗോൾഫ് കാർ എന്ന് പറയാം. അത് ഈ പൈസക്കാരുണ്ടല്ലോ, പൈസ അങ്ങോട്ട് കയറിയിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയ ആൾക്കാർ വെറുതെ ഒരു കമ്പും പന്ത് കൊടുത്താണ്ട് ഇങ്ങനെ എറിഞ്ഞാണ്ട് ചെറിയ കുഞ്ഞിക്ക് എടുത്ത് ചാടിച്ചു. അതാണ് ഗോൾഫ് എന്ന് പറയാം. നമ്മളെ കുട്ടിയും കോലും പാവങ്ങള് നമ്മള് ഇനി കുട്ടിയും കോലും കളിക്കും. കായലൊരു ഇങ്ങനത്തെ കാറിലൊക്കെ വന്നാണ്ട് ഒരു കമ്പി എന്നുള്ള കമ്പി ഒരു ഇത്ര പന്ത് എടുത്തിട്ട് അടിച്ചിട്ട് നമ്മളെ കയറ്റൂല. അതിന് പൈസ വേണോ? അതൊക്കെ ഇവിടുത്തെ ഷട്ടിൽ സർവീസ് ആണ്. അത് പൈസക്കാരെ ഓട്ടോറിക്ഷ ആണതേ. ഈ പൊട്ടത്തിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? പൈസക്കാരെ ഓട്ടോറിക്ഷ. പിന്നെ ഈ പാലപ്പൂവിന്റെ സംഗതി കാണിച്ചു. ഡാക്സ് ഈ പാലപ്പൂ കാട്ടി കൊടുത്താ. പാലപ്പൂവിന്റെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളി നക്ഷത്ര സിനിമയില് പ്രേതത്തിന്റെ ഒരു സെറ്റപ്പ് ഇല്ലേ, അത് ഒറിജിനലാണ്. എനിക്കറിയോ? അത് ഒറിജിനലാണ്. എനിക്കറിയോ? അല്ല, വെള്ളി നക്ഷത്ര സിനിമയിലെ പ്രേതല്ലേ ആ പെണ്ണ് മരിച്ചിരിക്കണ. അതറിയാം എനിക്ക്. ആ കുട്ടിയില്ലേ ഇപ്പൊക്കെ അതറിയില്ല. മരിച്ചേക്കും, പക്ഷെ പ്രേതൊന്നും ഇല്ല ഇവിടെ. പിന്നെ കുട്ടി മരിച്ചേക്കാരോ? പ്രേതൊന്നും ഇല്ല എന്തായാലും. മരിച്ചിക്കണേ ആ കുട്ടി മരിച്ചേക്കും. പ്രേതാണ്. എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ പാലപ്പൂവിന്റെ എന്താ പേടിയാ? പണ്ടെന്നെ പറയുന്നുണ്ട് പാലപ്പൂമ്മ പ്രേതം. പക്ഷെ ഞാൻ വിശ്വസിക്കും അതുള്ളതാണ്. പിന്നെ അതിന്റെ അറ്റത്ത് നിന്ന് ഞാൻ പല സാഹസികതയും കേട്ടു. അത് കണ്ടാണ്ട് ഇജ്ജ് നോളാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ കാണിച്ചുതരാം. സ്കിൽഡ് എക്സ്പേർട്സ് മാത്രം. നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇനി ഹായ് എൻ്റെ അമ്മ. ഇവിടെ ഒരു മൂട് സ്ഥലമാണ്. നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ടോ? ആ വള്ളത്തിൽ ചാടിയ ഒരു സുഖം ഉണ്ടല്ലോ കേട്ടോ. കൊച്ചിയിലെ കായലിൽ ഒഴുകാത്ത ഒന്നും ഉണ്ടാവില്ല. കാണാൻ ലുക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ഇറങ്ങിയ ഒരു രസം ഉണ്ടാവില്ല. മണത്തിട്ട് അങ്ങോട്ട് ആ കടിയിൽ പോവും. അപ്പോൾ അടിപൊളിയായി. ഹാപ്പി ആയിജി? കൊച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടോ? കൊച്ചിക്ക് മൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ? ഫ്ലാറ്റിൽ വേണ്ടെന്നോ? കൊച്ചിയിൽ പെര വാങ്ങി തരാൻ എൻ്റെ വാപ്പ എപ്പോഴും ചെയ്തടാ സർപ്പാണേ. വാപ്പന്റെ പേര് മാറ്റാൻ പറ്റിയല്ലോ. ഫ്ലാറ്റ് എൻ്റെ വീട് മതി പറഞ്ഞു.
ഓക്കെ ഫ്ലാറ്റ് വേണ്ട. അടിപൊളി സെറ്റപ്പ് കേട്ടോ. അത് മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടില്ലേ? ഹൈക്കോടതിയോ എന്താ സ്റ്റോപ്പ് ഉണ്ടോ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞിട്ട്? ഓക്കെ ഏതൊക്കെ ഡിസ്ക് വണ്ടികളെ കേട്ടോ, പാട്ടൊക്കെ ഇട്ടാണ്ട് പാട്ടൊക്കെ ഇട്ടാണ്ട് പോകണ്ടേ. എടാ കണ്ടമാനം പോട്ടുണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ എവിടുന്ന് ഈ സർവീസ് ചെയ്യണത്? അതൊക്കെ ലോക്കൽ സാധനങ്ങളൊന്നുണ്ട്. ഡോലർ പറഞ്ഞിട്ട് ചെറുതാക്കി പോകണ്ട്. ഡിസ്ക് അന്ന് സ്റ്റോറേജ് ഫുള്ളാവോ? അങ്ങനെ എടുക്കുന്നുണ്ട് വീഡിയോ, കാല് കാണാത്ത പോലെ മാതിരി. റോഡ് അടിപൊളി ആയിക്കണേ. പക്ഷേ കാനഡത്തെ റോഡ് നിൽക്കൂല. കാനഡയിലേക്ക് പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റും 1 കിലോമീറ്റർ ഒക്കെ അടിച്ച് മിനിറ്റ് ഇങ്ങോട്ട് കയറി പോവാം. ഇവിടെ 1 മിനിറ്റ് പോകണമെങ്കിൽ ഇപ്പോൾ വണ്ടി തിരക്കില്ല. ഇവിടെ 1 കിലോമീറ്റർ തികയണമെങ്കിൽ ഇന്നലെ ഒക്കെ നോക്കുമ്പോണ്ടേ 1 കിലോമീറ്റർ പോകാൻ 5 മിനിറ്റൊക്കെ. എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ മുതലാകുക? പിന്നെ എപ്പോഴാണ് മനുഷ്യന്മാർ ഇവിടെ ട്രാവൽ ചെയ്ത് ഇപ്പുറത്തെ അങ്ങാടിയിൽ നിന്ന് അപ്പുറത്തെ അങ്ങാടിക്ക് എത്തുക? എങ്ങനെ ടാക്സ് ഇവിടെ വണ്ടി കിട്ടാ? സീനാട്ടോ അവിടെ. നമ്മൾ വിശ്വസിച്ചായാലല്ലേ? എന്റെ മോനെ വെറും സ്കില്ല്, ടിപ്പിക്കൽ കൊച്ചി സ്കിൽ. ടാക്സോ അതായത് ടോള് പൈസ കൊടുക്കാതെ അരൂക്കണം എടുത്തുകൊണ്ട് നേരെ നേക്കാക്കിയാണ്ട് ഒരു 50 റുപ്യ അവിടെ ലാഭിച്ചു. ടാക്സോ എന്നിട്ടോ അങ്ങനെ 50 റുപ്യ ലാഭിച്ചേ. മാണെങ്കിൽ ടോള് കൊടുക്കട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഫുഡ് സ്പോട്ട് എത്തിയാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാ. എക്സൈറ്റഡ് ആണോ? എന്നാ ഫുഡ് കഴിച്ചാ. അല്ല, ചോറും കറിയൊക്കെ. അപ്പോൾ ഗൈസ്, ടാക്സോൻ്റെ അതിവിദഗ്ധമായ പാർക്കിങ് അവിടെ ഉണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്താണ്ട് ടോൾ കൊടുക്കാതെ ഒരു 50 റുപ്യ ടോളുമ്പോൾ ലാഭിച്ചാണ്ട് ആ പൈസക്ക് നമുക്ക് കക്കർച്ച് തിന്നാ എന്നാണ് ടാക്സോ പറയണത്. അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് നമ്മൾ പോകാണ്ട് കറക്കുജി സൺസ്ക്രീൻ, വൈറ്റ് ക്രീം, ബോഡി വാഷ്, എല്ലാം സാധനങ്ങളും, വൈറ്റ് വാഷ്, ടൂത്ത് പേസ്റ്റ് എല്ലാം ഇട്ടിട്ടില്ലേ? മുഖത്തെല്ലാം ഇട്ടിട്ടില്ലേ? ആ, അങ്ങനെ കുഴപ്പമില്ല. പറഞ്ഞിട്ടും കാര്യമില്ല, നല്ല ചൂടാ നാട്ടിലേ. കൊടൂര ചൂടാണ്. ഞാൻ ഈ ചൂടാണ് പറയുമ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇപ്പോൾ എന്തൊരു ഓവറാക്കല. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ -2 -3 നിന്നാണ്ട് നേരെ വരുന്നത് 35ക്കാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് കൊടൂരാണ്. അല്ലാത്ത എന്താ ഇങ്ങനെ? ഇത് എടാ ഒരു സൈക്കിൾ എടുത്താൽ മതി ഇങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ. എടാ സൈക്കിള് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അന്തം വിട്ട് പോകല്ലേ. നാട്ടിൽ നിന്ന് വരില്ല, ആകെ വണ്ടിയൊക്കെ. ഈ റോഡ് കൂടെ നെളിഞ്ഞാട്ടി പോരൂലേ? അപ്പൊ ഈ കമ്പനിക്കാരാണ് ഈ റോഡ് പണി തീർക്കണത്. ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കാണ്ട് ഇവർ ഈ പണി തീർക്കും. എന്നിട്ട് ഇവര് ആൾക്കാരെ കൗത്തിന് പിടിച്ചാണ്ട് 100 150 പൈസ ഇങ്ങനെ വാങ്ങും. അങ്ങനെയാണ് ഇവര് പൈസ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? ടാക്സോ ഇതാണെങ്കിൽ ഇപ്പോൾ 100 റുപ്യ എടുത്ത് ഉടച്ചു പോയാലും മുതലായി കേട്ടോ. എവിടെ കട എവിടെ? ഇതേ പൈച്ചാൻ വേണ്ടിയിട്ട് നടത്തിച്ചാൽ തോന്നുന്നുണ്ട് കേട്ടോ. ഓ ആകെ കത്തി കൈസ്. എടാ ഇത് കട എവിടെ മോനെ? അത് മൊട്ടപ്പറമ്പാട്ടോ. ഓ ഓക്കെ, കുറച്ചും കൂടി ഒരു 100 മീറ്ററും കൂടി നടക്കാണ്ട്. ഇതെന്താ അറിയോ, അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആവേശമുണ്ട്, തിന്നല്ലേ കരുതിയാണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താ കാട്ടുക? അപ്പോഴേക്കാരെ ടാസ്ക് ഉണ്ടാവുക. ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഈ കടയല്ല, അടുത്ത കട. ഈ കടൻ്റെ പേര് ചിവ. അതിൻ്റെ നടുവത്തെ സാധനം എന്തോ പോയിക്കണ്. ചിവ ആണ്. ഓക്കെ, ചിഡോശുവലല്ല നമ്മൾ കയറുന്നത്. അതെ, വെള്ളക്കാന്താരി. അർഷിയും സൽമാനും നമ്മളോട് ഇവിടെ പോയാൽ തെറ്റുമെന്ന് പറഞ്ഞു. പറഞ്ഞ മാതിരി നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. തിരക്കുള്ളത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ കാര്യമായിട്ട് എന്തോ ഉണ്ട്. ആൾക്കാർ തിരക്കുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ? അതാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു സംവിധാനം. അപ്പോൾ ഏതായാലും ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ ഫുഡ് നോക്കാം. നടക്കൂ. അയ്യോ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സീറ്റ് ഉറപ്പിച്ചു. അല്ല, ഇലടാതെ ചോറിട്ട സീനാവൂലേ? അപ്പോൾ ഇലയും വന്നു, ഇല വന്നു, ചോറ് കുറച്ചുകൂടി മതിയല്ലോ. കുറച്ചുകൂടി മതി. ഓക്കെ, ഇവിടെ കുറേ അമ്മമാരാട്ടോ. ഇതെനിക്കിഷ്ടപ്പെട്ടു. മീൻചാറ്. എനിക്കും മീൻചാറ്. പച്ചക്കറി കഴിക്കും.
ഓക്കെ, അടുത്ത സാധനം വന്നു, പപ്പടം വന്നു, സാമ്പാർ വന്നു. ഓക്കെ, മീൻചാർ. ഓക്കെ, അടിപൊളി അടിപൊളി. നമുക്ക് മറ്റേ മീൻ തോന്നുന്നു. ഓക്കെ, എന്നാ വെള്ളം കുടിക്കൂ. അച്ചാറ് അങ്ങനെ ഉണ്ട് വേണ്ടേ? ഇവിടെ ഞണ്ടിൻ്റെ ആളാ, ഒക്കെ ഒരു ഞണ്ട് എന്തായാലും വേണം. ചേച്ചിക്ക് ഇതിൻ്റെ ലിസ്റ്റ് എന്തെങ്കിലും എഴുതി വെച്ചണോ? ഇത് ഞങ്ങള് ഫസ്റ്റത്തെ കേക്ക് ലാസ്റ്റത്തെ കേക്ക് നമുക്ക് മറക്കണേ, അത്ര സാധനം ഉണ്ട്. ഒരു ഞണ്ട് റോസ്റ്റ് ഒരെണ്ണം, പിന്നെ കൂന്തൾ എന്തെങ്കിലും ഉണ്ട്. അത് വലിയ പോഷൻ. ഓക്കെ, അപ്പൊ ഇലയിൽ പൊള്ളിച്ച ആ സെറ്റപ്പ്. അത് ഏത് മീനാ? കരിമീനാണത്? ഏത് ഏത് ടേസ്റ്റ്? ഇവിടെ മൂവിങ് ഉള്ളത് തരി. ചേച്ചിക്ക് ആകെ ടെൻഷനായി ചേച്ചി. കരിമീൻ മറ്റേത് ചെമ്പല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അങ്ങോട്ട് ഡൗട്ടായി പോയി ഗായ്സ്. സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ടോ, നല്ല ചോറാണ്, അടിപൊളി ചോറാണ്. ഈ ചോറിൻ്റെ വേവ്, എനിക്കാണ് ഇങ്ങനത്തെ ചോറ് കണ്ടാൽ തന്നെ ഇഷ്ടം. ഇങ്ങനെ വേറിട്ടിക്കണ അരി ഇങ്ങനെ വലുതായി നല്ല മീൻ കറിയും കുഴച്ച് ഇങ്ങനെ തിന്നാണ്ടല്ലോ. ഇപ്പം മീൻ വരണം, ആ മീനിനാണ് നമ്മൾ. അയ്യോ ചേച്ചി എന്താ മിസ്സായി പോയിട്ട് എന്താ? ആ അതെ, ഞങ്ങൾ നോക്കിയിട്ടിരിക്കാം. അയ്യോ ആ മീൻമുട്ട, റോസ്റ്റ് ഞണ്ട് റോസ്റ്റ്. ആ ആ കരിമീൻ പൊള്ളിച്ചതും. ഓക്കെ, കൂന്തളുണ്ടോ? അല്ല അപ്പൊ നോക്കിട്ട് പറയാം. അത് എല്ലാം കൂടെ കഴിക്കാൻ പറ്റണേ. ഇവിടൊക്കെ ഡിസ്പ്ലേക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ, തിന്നൂല. അങ്ങനെ കുഴപ്പമുണ്ട്. അതെ. അപ്പൊ ഇനി അതിൽ നമുക്ക് സാധനം വന്നിട്ട് കാണട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, ഇവിടുത്തെ സെർവ് ചെയ്യുന്ന ആൾക്കാർ മൊത്തം നമ്മുടെ വീട്ടിലുള്ള ഉമ്മാരെ പ്രായമുള്ള ആൾക്കാരാണ്. അതുപോലെ ചിരിച്ചിങ്ങനെ വന്നിട്ട് നമുക്ക് ഫുഡ് തരിക. നല്ലൊരു സെറ്റപ്പായി, എനിക്ക് ലൈക്കായി. ചേച്ചി വെയിറ്റ് ചെയ്യാം, ഞാൻ കഴിക്കട്ടെ, ആദ്യം കഴിച്ചിട്ട് മിക്കവാറും വേണ്ടി വരും. സന്തോഷം. നമുക്ക് പൊള്ളിച്ചത് തുറന്നോക്കട്ടാ. ഇത് കരിമീൻ പൊള്ളിച്ചതാണ്. നമ്മൾ സാധനം പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് സാധനം ടേബിളിൽ എത്തിയില്ലേ? ലാഗില്ല, ലൈവില് സാധനം അടിച്ചു കൂട്ടണം, കാരണം അത്രയും തിരക്കുണ്ട് കടയിൽ. എൻ്റെ ഫോണിന് സാധനം നോക്കിയാ നല്ല ചൂടുണ്ട് കേട്ടോ. അർച്ചിക്ക് വിട്ടാലേ അർച്ചി ഇങ്ങനെ വേറുണ്ട്. അവിടെ എത്തുമ്പോഴത്തേന് തെറ്റു അർച്ചിക്ക് ആകെ ത്രില്ലുള്ളൊരു മേഖല ഇതാണ്. നമ്മളെ നാട്ടില് പഞ്ഞി, മലപ്പുറംകാർക്ക് പഞ്ഞി കേട്ടോ. സ്റ്റാൻഡേർഡ് മലയാളം മീൻമുട്ട, ഞണ്ട് റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ സെറ്റ്. നമുക്കിനി തിന്ന് കഴിഞ്ഞിട്ട് വേറെ സാധനം വേണമെങ്കിൽ അപ്പോൾ ഓർഡർ ചെയ്യാം അല്ലേ? ഓക്കെ. എത്ര ഐറ്റം സാധനങ്ങളാണ് അതിൽ കിടക്കണത്, വെറുതെ നോക്കി നോക്കി. ഇമ്മരി ഐറ്റം കിടക്കണ സാധനം ഒന്നിനൊന്നും മെച്ചം. 46 ഐറ്റം പോരാതിന് എല്ലാ ദിവസവും ഓരോ സ്പെഷ്യൽ മാറണ വേറെ. ഒന്നും പറയാല്ല, ഒരു 1.5 ഐറ്റം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാതെ കൂടുതലൊന്നും പറയാല്ല ഇതിനെപ്പറ്റി. പുറത്തെ ഹൈപ്പ്, ഇവിടുത്തെ അടുക്കള കാണെങ്കിൽ കണ്ടോളിട്ടാ. ഇവിടെ തിന്നുന്ന ആൾക്കാരെ തിരക്കും ഇവിടുത്തെ അടുക്കള. എൻ്റെ മോനെ സീമൂടി, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എൻ്റെ മനസ്സിലെ സ്വർഗ്ഗമൊക്കെ ഇതാണ്. ഇങ്ങനെ തിന്നാൻ കിട്ടുക. ഹർഷി വ്ളോഗ് കണ്ടാൽ നെഞ്ഞു പൊട്ടിച്ചാവും, എനിക്ക് ഉറപ്പുള്ളൂ. ഇനി നമ്മളൊന്നും തിന്നാൻ ബാക്കിയില്ല കേട്ടോ. പിന്നെ എൻ്റെ പയർ ഇപ്പോൾ തന്നെ നിറഞ്ഞണേ. ഇനി 18-ാം തീയതി അസറുവിൻ്റെ ഒപ്പം ഞാൻ വേറെ ഐറ്റംസ് തിന്നാൻ വരുന്നുണ്ട്, പെണ്ണുങ്ങളെ നയിച്ചിൽ ഒഴിവാക്കിയാണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം. നെജ്മ അവിടുന്ന് പോരുന്നില്ല, ഫുള്ള് ചട്ടീൻ്റെ ഒപ്പം നിൽക്കുക. പോരി ഡിസ്കിൻ്റെ പൊലിവും മാറുന്നില്ല കേട്ടോ. ഇനിയില്ലേ അന്നെ കൂട്ടാതെ 18-ാം തീയതി ഞാൻ വരും, ഞാനും അസറും. ആ ഇത് 46 ഐറ്റം തിന്നു. ഇന്ന് തിന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കഴിക്കും.
ഓക്കെ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ കുഴങ്ങി വീട്ടിൽ പോവുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം കേട്ടോ. ഇനി അതാണ് പരിപാടി. ഓക്കെ. എന്നിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് ഒന്ന് വെയിലാറട്ടെ, കാരണം ഇപ്പോൾ പീക്ക് നട്ടുച്ചാണ്. 1:30 കഴിഞ്ഞ് 1:45 പീക്ക് നട്ടുച്ചാ. ഇനി വീട്ടിൽ പോവാം. വെള്ളക്കാന്തരിക്ക് 10ൽ 100. സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. യു ഹാപ്പി? സീ ഫുഡ് കഴിക്കണം എന്ന നെജ്മയുടെ അതിയായ മോഹം സാക്ഷാത്കരിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഒക്കെ സീ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞത്. നെജ്മക്ക് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഓള് ഞണ്ടും ആദ്യമായിട്ടാണ് കഴിക്കണത്. ഇങ്ങനത്തെ ഒരു പാവം പിടിച്ച കുട്ടീനാണ് എനിക്ക് കിട്ടിയത്. എറണാകുളം അങ്ങാടി കണ്ടിട്ടില്ല, പിന്നെ ലുലുമാൾ ഒബ്വിയസ്ലി കണ്ടിട്ടുണ്ടാവില്ല. എറണാകുളം കാണാത്ത ആൾ ലുലു കണ്ടിട്ടുണ്ടാവില്ല, അപ്പോൾ അത് കണ്ടിട്ടില്ല. പിന്നെ എന്താ പറയുക, ഞണ്ട് തിന്നിട്ടില്ല. അതൊക്കെ ഓളിപ്പോൾ തിന്നു. ഇജ് ഹാപ്പി അല്ലേ? ഓക്കെ. ആസ് എ ഹസ്ബൻഡ് ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡാണ്. എനിക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഇറ്റ്സ് ഓക്കെ ഗൈസ്. ആ സീനാണ്. ഓക്കെ, നമ്മൾ ഏതായാലും ഇനി റൂമിൽ പോയി കുറച്ച് നേരം ഇരിക്കട്ടെ, കാരണം എന്നെ കൊണ്ട് വെയിൽ താങ്ങണില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓ, തിന്നതൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് ജയിച്ചും. 100 മീറ്റർ അപ്പുറത്താണ് വണ്ടി. അപ്പോൾ ഏതായാലും റൂമിൽ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഏകദേശം 6 മണിയോട് അടുത്തു കേട്ടോ. നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് കട്ട വെയിൽ തന്നെ. എന്നിട്ടൊരു 1-2 മണിക്കൂറും ജസ്റ്റ് റിലാക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഫോറം മാൾ പോവാണ്. ഫോറം മാൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ മട്ടാഞ്ചേരിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ഇനഫ് ടൈം. എന്തായാലും നോക്കാം. നമ്മൾ ഡാക്സോക്ക് എന്തോ സാധനം ഡെലിവറി ചെയ്യേണ്ടെന്ന് പറഞ്ഞാണ്ട് ഓന് ഫ്ലാറ്റിൽ തന്നെ നിന്ന് നമുക്ക് നോക്കി നോക്കാം. ഫോറം മാളിലേക്ക് വരാൻ നോക്കാമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഞാൻ നെജ്മിയും ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ശേഷിക്കുന്ന കുറച്ച് മണിക്കൂറുകൾ കൊച്ചി അങ്ങാടിയിലൂടെ എന്താണ് ചെങ്ങായി ഓട്ടോറിക്ഷക്കൊക്കെ ആകെ അലമ്പണ്ട് വേക്കിൽ നിന്നാണ്ട്. അപ്പോൾ ശേഷിക്കുന്ന സമയം ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ബൈ ദ വേ, വഴി തെറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എവിടെ തിരിക്കുന്ന അറിയില്ല. ഏതായാലും നമുക്ക് പോയിട്ട് ഫോറം മാളിലൊക്കെ ഒന്ന് കയറി നമുക്കൊരു ഡ്രസ്സ് വാങ്ങണമെന്നുണ്ട്. ഞാൻ പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. നടക്കാതെ ഇരുന്നാൽ എൻ്റെ പോക്കറ്റിലെ കുറച്ച് പൈസ ലാഭിക്കാമായിരുന്നു എന്നുള്ളതാണ്. എന്താ എൻ്റെ അഭിപ്രായം? അങ്ങനെ ലാഭിക്കണ്ടേ? അങ്ങനെ ലാഭിക്കണ്ടെന്നാണ് നെജ്മ പറയണത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഞാൻ ഏതായാലും വണ്ടി എടുത്തൊന്ന് കുത്തി തിരിച്ചോ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വണ്ടി നിർത്തി. ഇനി പതുക്കെ മാളിൻ്റെ അകത്ത് കയറിയിട്ട് ഡിസ്കായി നിൽക്കരുത് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മുട്ടിത്തിരിഞ്ഞ് നിൽക്കാം. മാഷാഅല്ലാ കിടിലൻ വണ്ടി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിരിക്കാം എന്നാണ് നമ്മളെ പ്ലാൻ. നമ്മളെ വണ്ടിയിട്ട സ്ഥലം ഓർമ്മല്ലേ? P1 അല്ലേ? ഓക്കെ, P1 നമ്മൾ വണ്ടിട്ടു. ഓക്കെ, ഏതായാലും പോയി നോക്കട്ടെ. ഇനി എന്താണ് ഇവിടുത്തെ പരിപാടി പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗായ്സ് കയ്യിലെ പൈസ എങ്ങനെ കളയാമെന്നാണ് നെജ്മ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? KFC അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി നോക്കൂട്ടാ. ഡിസ്കിനെ ഞാൻ കടയിൽ കയറ്റിട്ടോ, ക്രോക്സ് കയറ്റിയാണ്ട് ഒരു ചെരുപ്പ് വാങ്ങി കൊടുത്തേ. എന്നിട്ട് ചെരുപ്പ് വാങ്ങാനായിക്കിടില്ല. 4500 റുപ്യ ചെരുപ്പ് കേട്ടോ. ചെരുപ്പ് വാങ്ങാനൊക്കെ ഉള്ളു. അവളെ കജ്ജിലുണ്ടെങ്കിൽ ചെരുപ്പ് ഞാൻ കാട്ടി തരട്ടോ. അങ്ങനെ കജ്ജിനെ ചെരുപ്പ് കാട്ടി കൊടുത്താൽ അത് കാട്ടി കൊടുക്ക്. എന്നിട്ട് ഇഞ്ഞൊന്നും ഉള്ളുക. നല്ലൊരു ചെരുപ്പ് വാങ്ങി കൊടുത്തപ്പോഴേ, സാധാരണ നല്ലൊരു ചെരുപ്പ് വാങ്ങി കൊടുക്കുമ്പോൾ പെൺകുട്ടികൾ എന്താ കാട്ടുക? നല്ലൊരു ചെരുപ്പ് വാങ്ങി കൊടുക്കുമ്പോൾ സാധാരണ ആൾക്കാർ കാട്ടു പറഞ്ഞാൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക. ഇതെന്താ കാട്ടി? നുള്ള അടിച്ച 4500 റുപ്യ ചെരുപ്പ് വാങ്ങാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഓള് സെയിം സാധനത്തിൻ്റെ കോപ്പി എത്ര റുപ്യക്ക് വാങ്ങി? 300 റുപ്യക്കോ 300 റുപ്യക്ക് വാങ്ങിക്കണേ. എന്നിട്ട് ഇന്ന ചെരുപ്പ് നല്ലൊരു ചെരുപ്പാണ്. ഞാൻ വിചാരിച്ച് ഓള് നല്ലൊരു ചെരുപ്പൊക്കെ ഇട്ട് നടക്കട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡിൽ നമ്മളൊരു ഞാൻ കൊണ്ടേക്ക് ആളെ ചോദിച്ചു ചോദിച്ചു ഇവള് ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയിടും തോന്നുന്നുണ്ടോ സാധനം? ഇജ്ജ് കുഴപ്പമില്ല, ഒരു ഒട്ടൊക്കെ വാങ്ങാം, പിന്നെ വാങ്ങാന്നാ പോരെ, അത് സാരല്ല. അപ്പോൾ കഴിച്ച് നമ്മളിനി ഓൾക്ക് ഫുഡ് കഴിക്കണം. ഓള് KFC ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് KFC കഴിക്കാൻ പോകട്ടോ. ഇന്ന് എന്താ അറിയോ, ഇന്ന് എൻ്റെ ഡേറ്റിംഗ് വ്ളോഗാണ്. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുന്ന വ്ളോഗാണത്.
എനിക്ക് എപ്പോഴും കംപ്ലൈന്റ് ഇല്ല എന്നെ കാണാനായിട്ട് ഇനി എന്നെ കാണുമ്പോൾ ഞാൻ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നില്ല വ്ളോഗാണ് കേട്ടോ. ഇത് ഡിസ്കിൻ്റെ കിളി പോയിക്കണം കേട്ടോ. ഡിസ്ക് ആകെ മോട്ടറായി നിൽക്കണേ. ഡിസ്ക് ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല ചെരുപ്പിൻ്റെ. ഫുഡ് കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞത്. നമുക്ക് മിനിസോ പോകണല്ലേ? എനിക്ക് മിനിസോ പോയിട്ട് എന്താ ഇരിക്കാനാ എന്തെങ്കിലും ക്യൂട്ട് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞത്. എന്ത് സാധനം എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ക്യൂട്ടായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് മിനിസോക്ക് പോയേക്കാം. മിനിസോ എവിടെയോ സ്പോട്ട് ചെയ്തില്ല. മിനിസോ എവിടെ? ഏറ്റവും താഴെയാണോ? അല്ല, ഏതായാലും പോയേക്കട്ടെ. പോയിട്ട് അടുത്ത പരിപാടി അടിക്കാം. മിനിസോ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മിനിസോയിലേക്ക് പോകണേ. അടുത്തത് എവിടെ? അത് അങ്ങോട്ട് തിരിച്ചടക്കണേന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഡിസ്ക് ഹാപ്പി അല്ലേ? ഹാപ്പി ആണോ? ചെരുപ്പിൻ്റെ കാര്യത്തിൽ ഹാപ്പി ആണോ? കാലും അങ്ങോട്ട് കുടുങ്ങിക്കണ്. പാവം, ഓൾക്കാകെ പേടിയേക്കണ്. ഓൾക്ക് ഇപ്പോഴും ചെരുപ്പിൻ്റെ കേസ് പറഞ്ഞ് കൊടുക്കുക, നമുക്കത് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കാലം ഇങ്ങനെയൊന്നും ആവില്ല, പറ്റുമ്പോഴൊക്കെ നല്ലതൊക്കെ ഇട്ട് നടന്നു പറഞ്ഞാ. ലുലുവിനെക്കാട്ടിൽ വൈബല്ലേ ഫോറമാള്? ഫോറമാൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ? ലൈക്കായോ? ഈ ഡ്രസ്സ് എനിക്ക് ആരാ വാങ്ങി തന്നെ? എന്ന്? യെസ്, ഞാൻ ബർത്ത്ഡേക്ക് കൊടുത്ത ഡ്രസ്സാട്ടത്. ബർത്ത്ഡേക്ക് കൊടുത്ത ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ അടിപൊളി. ലൈഫ് സ്റ്റൈലിലേക്ക് വേണോ? അവിടെ ഉണ്ടാവും വീട്ടിലേക്ക് പറ്റിയ സാധനങ്ങൾ ആ ഹോം സെൻറ്ററിൻ്റെ സെക്ഷനിൽ. നമുക്ക് റൂമൊക്കെ വെക്കാൻ എന്തെങ്കിലും കിട്ടാനാ? ഓക്കെ നമുക്ക് പോയേക്കാം. ഏതായാലും പോയിട്ട് സെൻറ്റർ കയറി. ഹോം സെൻറ്റർ കയറിയപ്പോൾ തന്നെ നോക്കുന്നത് കോപ്പ, പാത്രം. ഈ പെണ്ണുങ്ങൾക്ക് എല്ലാം അടുക്കളയ്ക്കുള്ള സാധനങ്ങൾ കിട്ടിയാൽ മതി. എന്നത് ഈ സാധനമൊക്കെ വാങ്ങിയാൽ തന്നെ ഇതൊന്നും നമുക്ക് കുടിച്ചാൽ കിട്ടൂല. ഇതൊക്കെ വിരുന്നവർക്ക് ഇറങ്ങാണ്ട് ആ ചില്ലിൻ്റെ ആൽമറിയിൽ അങ്ങോട്ട് പൂട്ടിയിടും. നമുക്ക് ആർക്കും ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ചാനോ എന്തെങ്കിലും തിന്ന് കപ്പ് എന്നിട്ട് എനിക്ക് ചില്ലുകൂട്ടിലിടാനല്ലേ? ഇഞ്ചമ്മാൻ്റെ തനി പകർപ്പെട്ടത്. ഈ മോഡേൺ ലുക്ക് ഉണ്ട് തന്നെ ഉള്ളൂ. മൈൻഡ് സെറ്റ് ഫുള്ള് 1980s ആണ്. അത് ശരി, മതിയോ? ഇത് ഇനി ആർക്കെങ്കിലും കുടിച്ചാൻ പറ്റുമോ ഇതിന്ന് വെള്ളം? കപ്പൊക്കെ ഞാൻ തന്നെ കൊടുന്നേനെ. ഏതായാലും ഇപ്പം ഇന്ന് കപ്പ് വെക്കാം. ഇനി വേറെന്താ നോക്ക്. അങ്ങനത്തെ പാത്രം എൻ്റെ അതിന് നോർമൽ ഒരു പ്ലെയിൻ ഇതല്ലേ? അല്ല, ഇതിന്ന് ഒരു തുള്ളി വെള്ളമോ ഗ്ലാസ്സിൽ ചായ കുടിച്ചാലോ ഭാഗ്യം എനിക്ക് ഉണ്ടാവോ? ഉണ്ടാവും. അത് ശരി, വീട്ടിൽ നിൽക്കാത്തതുകൊണ്ട് നൈസിൽ നമുക്കിട്ടൊരു അടി. ഏതായാലും നോക്കാം. കയറിയിട്ട് പൂവിൻ്റെ സെക്ഷനിലൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. ഞാൻ 1-2 സാധനം വാങ്ങാൻ നോക്കി, മുന്നേ വാങ്ങാൻ ഒന്നും സമ്മതിക്കണില്ല. ഇവിടെ ആകെ ട്രോമ കയറി വെക്കും. ചെരുപ്പ് വാങ്ങി കൊടുത്തോടു കൂടി ട്രോമയായി. ഇതൊക്കെ നല്ല രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? പോരാ, അത് കൊള്ളാം കേട്ടോ. 1000 റുപ്യ. ഇതാ റേറ്റ് ഇതാ 1000. എത്തവളെ ഇവിടെ ചേര സാധനങ്ങളൊക്കെ വെറുതെ കിട്ടുന്ന 1000 റുപ്യ. ഇവിടെ ചേര മുട്ടായി പൈസക്ക് മാളുന്ന സാധനം വാങ്ങണ്ട, ഞങ്ങളോട് പറഞ്ഞില്ലേ? ഡിസ്ക് ആയാജി പക്ഷെ ഇത് രസമാണ്. പക്ഷെ നമ്മുടെ റൂമിൽ പറ്റൂല. നമ്മളെ തീമിനനുസരിച്ചുള്ള സാധനമാണ്. ഒരു ഗോൾഡിഷ് കളർ. ഓക്കെ, എന്നാ നടക്ക്. ഇനി വേറെ പറ്റണല്ലോ നോക്ക്. ഡിസ്ക് ഏതായാലും ഇതെത്താ അത് വാക്സ് ആണ് കത്തിച്ചേ. ടെസ്റ്ററാണ്. അതെനിക്ക് വേണ്ടി അത് വേണമെങ്കിൽ ഞാൻ ക്യാൻഡി നോക്കി എനിക്ക് പറഞ്ഞില്ല. പറഞ്ഞിക്കണെങ്കിൽ കൊണ്ടാ പറഞ്ഞാൽ എനിക്കൊരു അവസരം തരണ്ടല്ലേ? സർപ്രൈസായി വന്നിട്ട് അതാണോ? എത്ര രൂപ? 2 പാത്രം സെപ്പറേറ്റ് വാങ്ങിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഓളുണ്ടാവും. 2 പാത്രം വാങ്ങിയാണ്ട് ഓളെ ഉണ്ടാക്കുന്നത്. ഏത് ഡിസ്ക് ഇപ്പൊ മിനിസോല് വന്നാണ്ട് ക്യൂട്ട്നെസ് തരാട്ടോ. എന്താ ഡിസ്ക് ഇതാ പോക്ക് പറ്റി. ഇതാ വൈപ്സ് വാങ്ങിക്കണം, വെറ്റ് വൈപ്സ്. ഇങ്ങനെന്താ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നോക്കമ്മളേ. നോക്കല്ലേ? കത്തം തീർക്കാം. അതൊക്കെ എന്താണ് അതൊക്കെ ഈ വൈബ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പം കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഈ വക സാധനങ്ങളോട് ഇത്ര ക്രൈസ് എന്നുള്ളത്? എന്താണ് ഇതൊക്കെ? കുരങ്ങിനൊക്കെയാണ് പറ്റി. ഓളെ മുഖം തെളിഞ്ഞു കുരങ്ങിനെ കണ്ടപ്പോ. എന്താ സംഭവം? ഭയങ്കര ഭംഗിയുണ്ട് പറഞ്ഞു. അത് പാണ്ഡ്യ ഉസ്മാൻ എന്നല്ല. ഇവിടെ ഒന്നുണ്ട്
അത് പറ്റിക്കണ എനിക്ക് ഇത് സോഫ്റ്റ് അറിയോ? അതുകൊണ്ടപ്പോ പറ്റി അതാണോ? പക്ഷെ ഇതിന് എത്രയാണ് വെച്ചറിയില്ല. അതിപ്പോ വില നോക്കണ്ട ചേച്ചി വാങ്ങിക്കോ. പൈസ എന്തായാലും ഇജ്ജ് കൊടുക്കൂലല്ലോ. ആകെ 1200 രൂപയുള്ളൂ. എടുത്തോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കും. അതാ കണ്ടോ ബോസിന് എങ്ങനെയാണെന്ന് അറിയോ? 3 കഴിഞ്ഞ് 4 വന്ന ബോസിനെ പറ്റി ചിന്തിക്കാനല്ല. 4 ഹറാമാണ് ബോസിന്. നിങ്ങൾക്ക് പറഞ്ഞാ മതി. തന്തം മുട്ട് തരീണേ നോക്കട്ടെ. എന്തെങ്കിലും പർപ്പസ്ഫുള്ളി തരയുണ്ടോ? ഡിസ്ക് ഇത് വില്ലേത് പോവാ. ഇത് വില്ലേത് പോവാ. എന്തൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇത് വില്ലേത് പോവുക. ഒന്നുമില്ല ഡിസ്ക്. എന്താണ് മാറ്റാള് എല്ലായിടത്തും പോയി വലിച്ചിടുക ഡിസ്ക്. ഞാൻ പോകട്ടോ. ഇങ്ങോട്ട് വാ. ഫ്ലോർ മാറ്റ് ആണല്ലോ നമ്മളെ ടോയ്ലറ്റിന്റെ അടുക്കേ. ചവിട്ടി നിരക്കാൻ ഈ ക്യൂട്ട്നെസ് വാരി വെതറിയ ഒരു സാധനം. എന്നിട്ട് കാലിട്ട് ഇങ്ങോട്ട് വരേക്കും. ചളിയും ചോരങ്ങൊക്കെ അയിമ കുടിച്ചാൽ എടുക്കെടുത്തപ്പോ എന്നാ അധികം ചളി ഇല്ലാത്തോടത്തൊക്കെ ചളി ആകാത്ത നോക്കി എടുത്തോ ഗായ്സ്. ഇന്ന് തീരുമാനമാകുമോ? കുറെ നേരമായി. ഒരു 50 റൗണ്ടായി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. അല്ല നടക്കുവോ? ഓ ഇതാ അതെന്തിനാ എനിക്ക് ഇങ്ങനൊരു സാധനം? നല്ലൊരു ഗസിന്റെ ബാഗ് ഞാൻ കൊടുത്തു തന്നിട്ട് ഇല്ലാത്ത പോലെ മര്യാദ. എൻ്റെ ബാഗ് അടഞ്ഞിട്ടില്ല ഒന്നിന്. അടഞ്ഞോ? ഓക്കെ. ഡിസ്ക് ഡിസ്ക് മതിയോ? ഓക്കെ. ഇവിടെ ഒത്തില്ല. 10,000 തിരഞ്ഞാൽ ഇവിടെ ഒത്തില്ല. ഡിസ്ക് വണ്ടിങ്ങാണ്ട് ലുലു കയറിക്കണം മുട്ടായിൻ്റെ സെക്ഷനിക്ക്. മുട്ടായി തിന്നാൻ പറ്റില്ല എന്ന് 10,000 ഡോക്ടർമാർ വിധി എഴുതിയ, ഷുഗർ കട്ട് ചെയ്യാൻ വിധി എഴുതിയ നജ്മ കണ്ണിയൻ എന്തുകൊണ്ട് താങ്കൾ വീണ്ടും വീണ്ടും മുട്ടായിൻ്റെ അടുത്തേക്ക് വരുന്നു? അതിന് വാട്ടം പിടിച്ചിട്ട് ഒരു കാര്യമില്ല നജ്മ. ഇവിടുന്ന് ഒരു സാധനം അറച്ച് വാങ്ങി തരില്ല. മുട്ടായി ഞാൻ വാങ്ങി തരില്ല. ഒന്നും വാങ്ങി തരില്ല. എനിക്ക് ഷുഗർ അലോഡ് അല്ല. ഷുഗർ കട്ടാണ് പറ്റൂല. ഇതെന്താ ചിക്കുള്ള കുട്ടിയോ? പാലിട്ടിട്ട് തിന്നാം. വാങ്ങി തരില്ല. അത് ഷുഗർ അല്ലല്ലോ. ഷുഗർ വേണ്ട. ട്രാൻസ് ഫാറ്റ് ആണ്. ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഹെൽത്തി ആയിട്ട് കുറച്ച് KFC വാങ്ങിയിരുന്നാലോ? ആയിക്കോട്ടെ. എന്നാലേ ഇവിടുന്ന് പതുക്കെ വരിഞ്ഞോ. ഇവിടുന്ന് ഒരു സാധനം ഞാൻ വാങ്ങി തരില്ലടാ. വാങ്ങണമെങ്കിൽ വരിഞ്ഞോ. എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റിന്റെ അല്ല ഇതൊക്കെ തിന്നോ. അതൊക്കെ റോൾ ഡിസ്ക് ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്മാനെ പതുക്കെ സോപ്പിടാൻ വേണ്ടിട്ടേ. നിങ്ങൾക്ക് എന്തോ ജ്യൂസ് ഗ്ലാസ് വേണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് വിളിച്ചിട്ടുണ്ട്. കപ്പ് വേണോ? നല്ല നല്ല കപ്പുകളുണ്ട്. അല്ല എന്താ ഇമ്മി മകളും എന്താ പരിപാടി? ഞാൻ കപ്പ് എടുത്തു. അപ്പൊ അർഷുക്ക് അയച്ചില്ല. അവർക്കെല്ലാം എന്തിനാ കപ്പ് വേണം വെറുതെ കപ്പ് ആവശ്യമില്ലേ. പിന്നെ വേറെ എന്താണ്ട് ഉറപ്പിച്ച് പിന്നെ വേറെ എന്താ ഇത് ഗ്രോസറി എന്താ വേണ്ടി ചോദിച്ചോക്ക്. വേറെ എന്താ സാധനം വേണ്ടത്? മീൻസ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങണ്ടോ ചോദിച്ചോക്ക്. വെജിറ്റബിൾസോ മീറ്റോ അരി അങ്ങനത്തെ സാധനങ്ങള് എസെൻഷ്യൽ ഗ്രോസറി ട്ടോ. എന്താ പറഞ്ഞേ? എന്താ എനിക്ക് കാണുമ്പോഴുള്ള അറിയാം. അതാണ് കാണുമ്പോ ശല്യാണ്. അപ്പൊ എല്ലാം തോന്നും. സുഹൃത്തുക്കളെ ലുലു കയറിങ്ങാണ്ട് പെരീക്കുള്ള സാധനമൊക്കെ വാങ്ങിപ്പിച്ച് ഞാനൊരു ഡിസ്കായി. മാളിൽ കൂടെ മറ്റേ സോപ്പും പൊടിയൊക്കെ കജ്ജി കുടിച്ചാണ്ട് ഇതാണെങ്കിൽ എത്ര കിലോനത്? 6-7 കിലോ ഉണ്ട്. അതിൻ്റെ ഇതില് അവള് പെരീക്ക് കുറച്ച് ചവിട്ടി മറ്റേ മറിച്ചറിയാണ്ട് ഒരു ഡിസ്ക് പെണ്ണ് വാങ്ങിയാണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അതിന് മുന്നോടിയായിട്ട് ഈ സാധനം നമുക്ക് വണ്ടിക്ക് ലോഡ് ചെയ്യാം. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. ഓക്കെ. നമ്മളതിലേക്ക് കയറി വന്നേ. അതല്ല ആ എലിവേറ്റർ ലോബി എവിടെ ഡിസ്ക് ഇട്ട് സോപ്പ് പൊടി കയ്യിൽ വെച്ചു. ഒരു കാക്കല്ലേ ഞാൻ? ഒരു നാടൻ കാക്ക. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെന്താട്ടി സാധനങ്ങളൊക്കെ വണ്ടീൻ്റെ ഡിക്കിയിൽ ലോഡ് ചെയ്ത് ഇനി അഗെയിൻ മാളിലേക്ക് കയറാണ്. ഇനി എനിക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. എന്താണ്? KFC ചിക്കൻ അത്രേ. അപ്പോൾ അവള് KFC കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ KFC നമുക്ക് അവളെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെടുകയല്ലേ നോക്കാം. എന്നിട്ട് ലാസ്റ്റ് നെജ്മൻ്റെ റിവ്യൂ ഉണ്ട് നമ്മൾ ട്രിപ്പിനെ പറ്റി. അത് കഴിച്ചിട്ട് നമ്മൾ ടാക്സോനെ ഒന്ന് വിളിക്കും. ടാക്സ് അപ്പോഴത്തേന് ഫ്രീ ആവും.
എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് പുറത്ത് എവിടെയെങ്കിലും കറങ്ങുകയാണെങ്കിൽ ആ കറക്കം കൂടി കറങ്ങിയിട്ട് നമുക്ക് 16 ആയിട്ടുള്ളൂ. ഓക്കെ മട്ടാഞ്ചേരിയോ ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഒക്കെ പറയുന്നുണ്ട്, പക്ഷേ ഡേറ്റ് ആവും അറിയില്ല. എന്തായാലും നോക്കാം. ഇനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി പിടിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ ഡിസ്കിനെയും കൊണ്ട് KFCക്ക് വന്നിട്ടോ. KFCയിലാണെങ്കിൽ ലോകത്ത് എവിടെ ഇല്ലാത്ത തിരക്ക്, ഒടുക്കത്തെ ഡൈനിങ്ങും വെയിറ്റിംഗ് ടൈമും. 1/2 മണിക്കൂറിൻ്റെ അടുത്ത് സമയം പിടിക്കുന്നതാണ് പറഞ്ഞേക്കണേ. നമ്മളെന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കണേ? ഒരു ബിഗ് 8 മീൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ ഡ്രിങ്ക് എന്തായാലും ഉണ്ടാവും മീലായത് കാരണം. പിന്നെ ഒരു 2 ഡിപ്പ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ പോപ്കോൺ മീഡിയം. ഓക്കെ, എല്ലാം തിന്നൂലേ? ആവേശമൊക്കെ ഉണ്ട്. ഇനി തിന്നോന്നുള്ളത് നെജിമ കണ്ടറിയണം. ബാക്കി ആവേശമൊക്കെ ഉണ്ട് തിന്നാൻ. നടള തിന്നല്ലേ? എന്തായാലും നാട്ടിലത്തെ KFC പൊളി കേട്ടോ. കാനഡത്തെ KFC 10 പൈസക്കില്ല. നമ്മളെ നാട്ടിലത്തെ ബ്രോസ്റ്റാണ് അതിനെക്കാട്ടിലും നല്ലത്. ഏതായാലും ഫുഡ് വന്നിട്ട് തിന്നുകാണ്ടുള്ള നെജ്മൻ്റെ റിയാക്ഷൻ എന്താ നോക്കാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ സാധനം കിട്ടിയിട്ടോ. ഈ എക്സൈറ്റഡ് ആണോ? ഇത്ര മതി എനിക്ക് തിന്നാൻ KFCന്ന്? മതിയോ? ഒക്കെ തിന്നൂലേ? ഉറപ്പല്ലേ? നീ ആവേശം കാണണം കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. പോപ്കോണും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. കഴിക്കണം കേട്ടോ. എന്നാലും കുറച്ച് അങ്ങോട്ട്. ഓ യാ, ഞാൻ ഡ്രിങ്കും കൂടി എടുക്കട്ടെ കേട്ടോ. ഇത് മീലല്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ്, അത് ഇജ്ജ് പറഞ്ഞു തന്നേ. ഞാൻ ഒന്ന് ഡ്രിങ്ക് കിട്ടിയിട്ടില്ല എന്ന് പറയട്ടെ ആരുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മളെ കോളയും കൂടെ കിട്ടിട്ടോ. ഇനി നോക്കാം. നെജ്മൻ്റെ ഫസ്റ്റ് ബൈറ്റ് ഓഫ് KFC എങ്ങനെയുണ്ട്? നീ എന്താ കഴിച്ചാൽ ആദ്യം? പോപ്കോണോ? പോപ്കോൺ എങ്ങനെയുണ്ട്? ജെന്യൂൻ റിയാക്ഷൻ? രസമുണ്ടോ? ഇനി അടുത്ത സാധനം ട്രൈ ചെയ്യ്. ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും കേട്ടോ. ഓ, എന്ത് സ്പൈസി എന്നൊക്കെ തിന്ന്. എല്ലാത്തിൻ്റെ ഓരോ ബൈറ്റ് എടുക്ക്. എങ്ങനെയുണ്ട്? ഇനി ഫ്രൈഡ് ആയിക്ക്. ഇതാണ് സിഗ്നേച്ചർ ഐറ്റം. മറ്റേതൊക്കെ ഓക്കെ ആണോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ നെജ്മ അപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധനം. എന്നാൽ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി ആക്കാം. ഓക്കെ ഗൈസ്, നെജ്മക്ക് ആവേശം മാത്രമേ ഉള്ളൂ കേട്ടോ. തിന്നണ മൊത്തം ഞാനാ. ഇത് മൊത്തം ഞാനാ തിന്ന്. ഈ 2 ഞാനാ തിന്ന്. 3ാമത് തിന്നണോ ഞാനാ. ഇതും തിന്നാൻ പോണോ ഞാനാ. ഇവർക്ക് ആവേശം മാത്രമുള്ള ഇവർക്ക് തിന്നാൻ വയ്യ. വെറും ഡയലോഗടി മാത്രം. ഇതിമൊന്നും എന്താ ആകെ തിന്നത് ഈ പോപ്കോൺ ഒരു 2 പീസ് തിന്ന്. ഇത് ഈ ചിക്കൻ ബെയർലി 1 തിന്നുണ്ടാവും. 1 പീസ് അതേ കഴിച്ചിട്ടുള്ളൂ. അവർ കൂടുതൽ ഈ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് KFC ഇഷ്ടപ്പെട്ടു, പക്ഷേ തിന്നാൻ വയ്യ. ഇതെങ്ങനെയെന്നറിയോ? ആക്രാന്തം 100%, പിന്നെ തിന്നാനുള്ള കഴിവ് 0. അതാണ്. ഇറങ്ങി ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടോ കൊച്ചിയിൽ. നമ്മളെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ സെലിബ്രിറ്റിയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു മെമ്പറാണ്. അപ്പോൾ ആ സെലിബ്രിറ്റിനെ കാണാൻ നമ്മൾ പോണത്. ആളിവിടെ നമ്മളെ കണ്ടെന്ന് പറഞ്ഞു. ആളുണ്ട് അവിടെ, ആളെ വീടിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആളെ പോയി കാണാം. ഓക്കെ, ഡാക്സോനെ നമുക്ക് തിരിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഡാക്സോനെ. ഓക്കെ, കട കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. ഈ കട കാണുമ്പോൾ തന്നെ പകുതി കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് മെമ്പറാണ്. അവിടെ എവിടെ ആകണു? എന്തുണ്ട്? സ്വന്തം കടന്ന് ദോശ എടുത്ത് ചെലവ് കൊടുക്കണം. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു സിമ്പിൾ സെലിബ്രിറ്റി നിങ്ങൾ എവിടെയും കണ്ടോ? അവന്റെ കുറെ സിമ്പിൾ എന്റെ കയ്യിലുണ്ട്. വേറെ കുറച്ച് എക്സ്ട്രാ സിമ്പിൾസ് വരാണ്ട്. പൊടി റോസ്റ്റ് എല്ലാം തീർന്നോ? എന്നോട് ഞാൻ ഒറ്റ മിനിറ്റ് ഇപ്പൊ വിളിക്കാം. കുട്ടികളെ ഞങ്ങൾ ഫോട്ടോ വെച്ച് വന്ന് ഞങ്ങളെ ചതിച്ച്. ദോശ കഴിഞ്ഞു.
വരും. ഞാൻ അടുത്തേക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ വരുന്നുണ്ട്. 18-ാം തീയതി എത്തും. അസുറോനൊക്കെ വരും. കുടിക്കാനൊക്കെ 18-ാം തീയതി വരാനുണ്ട്. 19 രൂപ ഫ്രീയാ. പറവ ഷൂട്ട് ചെയ്ത് ആണോ? ഓ എന്റെ പ്രാവിന്റെ സെറ്റപ്പ് ഞാൻ കണ്ടില്ലടാ. അത് ഏത്? ആ അതെ. അതിനപ്പുറത്ത് ഞാൻ വല്ല ഏരിയയിലാണ് എഴുതി. ഇതാണ് പറവ ഷൂട്ട് ചെയ്ത സ്ഥലം. ഏരിയ കേട്ടോ. എന്താ കൊത്ത? എന്താ കൊത്ത? എസ്പിക്ക് തിരുവനന്തപുരത്താ. അത് കോട്ടക്കല് വേറെ. ഈ പേര് മാറ്റി ഞങ്ങള് പേര് മാറ്റി. ഇവിടെ മൊത്തം ഒരു മതസൗഹാർദ്ദ മൂടാട്ടോ. ക്രിസ്ത്യൻ പള്ളി ഒരു സൈഡിൽ, അമ്പലം ഒരു സൈഡിൽ, മുസ്ലിം പള്ളി. പക്ഷെ ഇവിടെയൊക്കെ കൊങ്ങണി ഭാഷ അല്ലേ? എന്താണ് സേട്ടുമാലേ? അതെന്താ ഭാഷ ഇപ്പോ? ഹിന്ദിയോ? ഇതും പള്ളിയാ? ഞാൻ എന്താണ് ഇത്? കേട്ടോലോ സംസാരം മൊത്തം ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. കുടുംബ പ്രശ്നം ഫുള്ള് കിട്ടിയിട്ടുണ്ടാവും. നോക്കാം. ഓക്കെ. അല്ല ഇതിപ്പോ ഈ മറ്റേ ഈ പറഞ്ഞ ബട്ടർ ഷേക്ക് കുടിച്ചിട്ട് ഇതെന്താ? അവക്കാടോ? ഇവിടെ സ്പെഷ്യൽ അവക്കാടോ? ഇവിടുത്തെ സ്പെഷ്യൽ അവക്കാടോ. നല്ല പഴുത്താടാ. നല്ല പഴുത്താ. നോക്ക്. ഇതെന്താണ് ഒരു അവക്കാടോ എന്നൊക്കെ പറഞ്ഞ ഒരു തേങ്ങ മാറിട്ടോ ഇവിടെ. ഇതൊക്കെ മാങ്ങന പോലെ. നമ്മൾ ഇന്നലെ മാങ്ങ ഇട്ടില്ലേ? ഉരുളക്കിഴങ്ങല്ലേ? ഞങ്ങൾ ഉരുളക്കിഴങ്ങ് എന്തിനാ പറയാ? സ്മെല്ലൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് പോലത്തെ മൊത്തം സാധനം കേട്ടോ. അപ്പൊ നമ്മളെ ഷെയ്ക്ക് വന്നിട്ടോ. ഹൈപ്പിനുള്ള ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. തിക്നെസ് കണ്ടിട്ട് ഇത് ഹൈപ്പ് ഉണ്ട്. ഫുഡ് റിവ്യൂ അല്ലോ കേട്ടോ. സാധനം പൊളിയാ, സംഗതി പൊളിയാ. അല്ല സൂപ്പറാട്ടോ, അമ്പാടി പൊളിയാ. ഇത് വേണമെങ്കിൽ പാർസൽ ഓടിക്കാം. ഫുഡാണ്. അടിപൊളിയാ. ഇത് ലൈക്കായി. അത് കൊടുക്കണമില്ല, അത് കറക്റ്റ് അടിച്ചിട്ട് സംഭവം സെറ്റാ. ഫുഡാട്ടോ. അല്ലെങ്കിൽ KOK പറഞ്ഞാൽ ടോപ്പാകാതിരിക്കോ? KOK കില്ലട് തള്ളു. എന്നാലും ഇതൊക്കെ കാണുമ്പോഴാണ് എങ്ങനെ ഇതൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞ ആൾക്കാരെ നമുക്ക് വിശ്വസിപ്പിക്കേണ്ട ആൾക്കാരെ. ഇതൊക്കെ ഉരുളങ്ങയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉരുളങ്ങയാണ്. എന്താണ് ഇത്? ചിക്കുവാണ്. ഇത്രയും സൈസുള്ള ചിക്കു. ഇത് പച്ചയാണല്ലേ? പച്ച ചിക്കൻ എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ ഇത് പഴുത്ത ചെറുതാവും. ഇപ്പൊ പച്ചായോണ്ടാ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊന്നും മുഴുവൻ അടിക്കൂല, ഉറപ്പാ. ഒന്നിനെ പാർസലാക്കി കുടിക്കൂല, എനിക്ക് ഉറപ്പുണ്ട്. ഇത് പാർസലാക്കി തരുമോ ഇപ്പൊ തന്നെ? കാരണം ഫുള്ള് കുടിച്ച് തീരില്ല, ഉറപ്പാ.
റൊമാൻറ്റിക് അല്ലടാ, സ്നേഹത്തിന് അവസാനമാക്കണ്ടേ? അത് ഇവളാണ്. മഞ്ഞടിക്കണോ നമ്മളിതിലില്ല, കണ്ടാ മതി. കണ്ടെന്നോ മാറി കൊടുക്കും. അതില്ലേ ഇതാക്കി തരും. അതിന് എടുക്കാം ക്ലാസ്സില് ഒന്നും എടുക്കലേ ഇതിന് വരുന്നത് ഷേക്ക് പാർസല് ഒരു 3 മണിക്കൂറൊക്കെ എടുക്കും. വണ്ടൂരൊക്കെ ജസ്റ്റ് ഒരു 5 മണിക്കൂർ. നാളെ രാവിലെ കല്യാണം. സീനൊന്നുമില്ല, ഉറക്കം നമ്മളെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഹായ്, അറിയില്ലെങ്കിലും ഹായ്. അപ്പോ കിങ് ഓഫ് കൊത്തന്റെ ആൾക്കാരാട്ടോ. ഇമ്മേ അവിടെ കള്ളന്മാരെ മാതിരി പട്ടി. എന്താ പരിപാടി? ഒരു പള്ളിപ്പുറത്തെ മുതൽ ഛേ, എന്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പട്ടി. പള്ളിനെ ബഹുമാനിക്കാൻ പഠിക്കും പട്ടി. ആകെ സീന്. അതെ, പൂച്ച, ടെറർ. ഒരു ദുനിയാവിൽ ആരും പേടില്ലാത്തൊരു ജന്തു ഉണ്ടെങ്കിൽ അത് ഈ സാധനമാണ്. ആരും പേടില്ല, ഒന്നിനും പേടില്ല. ഒരു ഡിസ്ക് ചങ്ങായി, പാമ്പിനൊക്കെ ചപ്പൊക്കെ കൊടുക്കും. അങ്ങനത്തെ സാധനമാണിത്. പോര്. പക്ഷെ മനുഷ്യന്മാരെ പേടിയാ, മനുഷ്യന്മാരെ പേടിയാ. പോയേക്കാം. പൂച്ച സാർ പോയിട്ടോ. അപ്പോൾ കുടിച്ച ഷേക്ക് തീരുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. കാരണം 10 മിനിറ്റ് നടക്കാനുള്ള പറഞ്ഞുകൊണ്ടാണ് മുട്ട നമ്മളെ കൊണ്ടുവന്നത്. അരമണിക്കൂറായി. അതുകൊണ്ട് 2 പാർസൽ എടുത്ത് അവിടെ എത്തുമ്പോൾ കുടിക്കാൻ, ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് കുടിക്കാം, എന്നിട്ട് അടുത്ത പരിപാടി പിടിക്കും നമ്മൾ. ഓക്കെ, വേണ്ടതാ. ഇയാൾ ഉറങ്ങും കേട്ടോ. വേണ്ട, അയാൾ സ്ലീപ്പിംഗ് മോഡാണ്. പൂച്ച സാർ പോയിട്ട് വരാം. ഇവിടെ കണ്ടമാനം പൂച്ചയും പട്ടി ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. കരടി ഉണ്ടോ? ഇഷ്ടം പോലെ. ഇതാക്കണം, അടുത്തൊരു ഡിസ്ക് ഇവിടെ കടന്നുറങ്ങുന്നുണ്ട്. അടുത്ത ഡിസ്ക് ഉലാത്തുന്നു. ഏത് ആമ? കോഴിമുട്ട. ആമന്റെ കോഴിമുട്ട. ആമ മുട്ടടൂ? ഞാൻ അറിയില്ല. ഇന്ന പൊട്ടനൊക്കെ ആമന്റെ കോഴിമുട്ട. എനിക്ക് എങ്ങനെ ഒരു സിങ്ക് കാണില്ല. അല്ല, ഇനിയിപ്പോ അതും പോട്ടെ, ആമ ശരിക്കും മുട്ടടും? പോടാ. കൊച്ചി താമയാണോ? അല്ല, തായ്ലൻഡില്. അല്ല, സോറി, ബാലിയിലോ? ആയിക്കോട്ടെ, എന്നാ ഞാൻ കണ്ടിട്ടില്ല. പോടാ അവിടുന്ന്. നമുക്ക് അറിയില്ലല്ലോ. അറിയാത്തോലെ പൊട്ടന്മാരാക്കാലോ. ആമ മുട്ട ഇടുള്ളൂ, ആമ മുട്ട ഇടുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഏതായാലും നാളെ കണ്ടുപിടിക്കാം. ഡാക്സൊക്കെ അറിയില്ല കേട്ടോ, പക്ഷെ ഡാക്സൊക്കെ കണ്ടുകളെന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാൻ ഒരു ചേടാ അങ്ങോട്ട് നോക്കി, ആ മുഖം മൂടി നോക്കി. അത് സൂം ചെയ്താ ആ വണ്ടിമത്തെ മുഖം മൂടി നോക്കി. രാത്രി 2 മണിക്ക് 3 മണിക്ക് ഇതിൽ വരുന്നവന് ആകെ കിളി പോകുമല്ലോ. പാട്ടച്ചോനെ, എന്റെ മോനെ. കണ്ടിട്ടുണ്ട്. അത് സീൻ ടെറർ സാധനം കേട്ടോ. രാത്രി 2-3 മണിക്കൊക്കെ ഇതിൽ വന്നാലേ കിളിയാണ് പോകും. അപ്പോൾ മൊട്ടൻ്റെ അടുത്ത കാഴ്ചകൾ കാണാൻ ഇനി നമുക്ക് സമയമില്ല. കാരണം ഇപ്പോൾ തന്നെ സമയം ഏകദേശം 11:15. അപ്പോൾ നമുക്ക് മലപ്പുറത്ത് എത്തണം. നമുക്ക് 4-5 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട്. 6 ഇതിപ്പോൾ 6 നേരത്തെ ഞാൻ 4 പറഞ്ഞു. അതിൽ ടാക്സ് പറഞ്ഞ 5, ഇപ്പോൾ ഞാൻ 6 ഓക്കെ, പെട്ടെന്ന് വണ്ടൂർക്കായതുകൊണ്ട് 5 ഒപ്പിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊരു 5 മണിക്കൂർ ഡ്രൈവ്. ഓക്കെ, 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറേ ഡിസ്കുകളുണ്ട് ഇതിൽ. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ചെയ്യാത്തവരെ
ഒരു കാലത്തും നന്നാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ മൊട്ടൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് കൊച്ചിയിലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച മൊട്ടൻ്റെ അടുത്ത് വേറെ കുറച്ച് അസറും ഉണ്ട്. അതൊരു നായാകൽ വ്ളോഗായിരിക്കും. അപ്പോൾ ആ വ്ളോഗിന് വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ വ്ളോഗ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഗൈൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ 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 ബൈ. ഗിഫ്റ്റഡ് ബൈ. ഒരു മുഹൂർത്തേ സബ്സ്ക്രൈബേഴ്സിന് പോയാലോ.